നമസ്കാരം. നാളെ മീനമാസം 1-ാം തീയതിയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ തുടക്കമാണത്. എന്നാൽ ഈ മീന 1-ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നാളെ സൂര്യൻ ഉദിക്കുന്നത് ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന 7 നക്ഷത്രജാതകരുണ്ടോ എങ്കിൽ തീർച്ചയായും നാളെ ഇവരിൽ നിന്നും ഒരു രൂപയെങ്കിലും നിങ്ങൾ കൈനീട്ടം വാങ്ങുകയോ അല്ലെങ്കിൽ ഈ നക്ഷത്രജാതകരെ നിങ്ങളുടെ വീട്ടിൽ 1-ാം തീയതി കയറ്റുകയോ ചെയ്യുക. തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിനും ഭാഗ്യത്തിനും ഇടവരുത്തും. നാളെ നിങ്ങളുടെ വീട്ടിൽ ഈ 7 നക്ഷത്രജാതകർ ഉണ്ട് എങ്കിൽ അവരെ കൊണ്ട് 1 രൂപയെങ്കിലും നിങ്ങൾ കൈകൊണ്ട് വാങ്ങുകയാണ് എങ്കിൽ തീർച്ചയായും ഈ ഒരു മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. ഉറപ്പായും നിങ്ങളുടെ കടങ്ങളൊക്കെ തീരും. നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരും. ഈ ഒരു കൈനീട്ടം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഉറപ്പായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്, ഉറപ്പായ കാര്യമാണ്. അപ്പോൾ ഈ നക്ഷത്രജാതകരിൽ നിന്നും 1 രൂപയെങ്കിലും നിങ്ങൾ കൈനീട്ടം വാങ്ങാൻ മറക്കരുത്. കാരണം വരാനിരിക്കുന്ന ഒരു വർഷക്കാലം ഏറ്റവും അധികം ഭാഗ്യം കടാക്ഷിക്കാൻ പോകുന്നത് ഈ നക്ഷത്രജാതകരെയാണ്. ഇവരുടെ കൈരാശി നിങ്ങളുടെ വീട്ടിലെ കടബാധ്യതകൾ തീർക്കാനും നിങ്ങൾക്കൊരുപാട് ധനം വന്നു ചേരുവാനും ഇടയാക്കും. ആ ഭാഗ്യ നക്ഷത്രജാതകർ ആരൊക്കെയാണെന്നും നാളെ നിങ്ങൾ ചെയ്യേണ്ട പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഈ മീനം 1 മുതൽ ഗ്രഹനിലകളിൽ വരുന്ന മാറ്റം ഈ 7 നക്ഷത്രജാതകരുടെ ജീവിതത്തിലും പ്രതിഫലിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 7 നക്ഷത്രജാതകർ ആർക്കൊക്കെ കൈനീട്ടം നൽകുന്നുവോ, ആരുടെയൊക്കെ വീട്ടിൽ ഇവർ 1-ാം തീയതി കയറുന്നുവോ അവിടെ പ്രതാപമായിരിക്കും. ധനത്തിന് ഒരു ബുദ്ധിമുട്ടും വരില്ല. സർവൈശ്വര്യം ലക്ഷ്മി ദേവി അനുഗ്രഹിക്കുന്നത് പോലെ ധനവരവൻ്റെ ഒരു കുത്തൊഴുക്ക് തന്നെ സംഭവിക്കും. ആ നക്ഷത്രജാതകരെ നമുക്ക് പരിചയപ്പെടാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജകൾ ചെയ്യും. ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്നും എഴുതിയേക്കുക. നാളെ പ്രത്യേക പൂജയുണ്ട്. ഈ പൂജയിലും നിങ്ങളെ പങ്കെടുപ്പിക്കും. അപ്പോൾ മറക്കാതെ പേരും ജന്മനക്ഷത്രവും കുറിച്ചേക്കുക. സർവ്വസൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുന്ന, ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് അറിയാം. അതിലാദ്യത്തെ നക്ഷത്രം ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാകും. അത് മറ്റാരുമല്ല, അശ്വതി നക്ഷത്രം തന്നെയാണ്. കേതുവിൻ്റെ ദോഷങ്ങളൊക്കെ മാറി ഈ വർഷം വലിയൊരു പുരോഗതി അശ്വതി നക്ഷത്ര ജാതകരെ കാത്തിരിപ്പുണ്ട്. അശ്വതി നക്ഷത്ര ജാതകർക്ക് തൊട്ടതെല്ലാം പൊന്നാകുന്ന സമയമാണ്. ഇവർ നാളെ നൽകുന്ന കൈനീട്ടം നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കും. അതുകൊണ്ട് അശ്വതി നക്ഷത്ര ജാതകരെ വീട്ടിൽ 1-ാം തീയതി കയറ്റുന്നതും അവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതും നിങ്ങൾക്ക് ഇരട്ടി ഫലത്തിന് കാരണമാകും. ഉറപ്പാണ് ഈ കാര്യം. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചിരിക്കും. 2-ാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് 1-ാം തീയതി കയറാനും അതുപോലെ തന്നെ കൈനീട്ടം വാങ്ങാനും പറ്റിയൊരു നാളാണ് പുണർതം നക്ഷത്രം. ഗുരുവിൻ്റെ സ്വാധീനമുള്ള പുണർതം നക്ഷത്ര ജാതകർക്ക് സമാധാനവും സന്തോഷവും കൈവരുന്ന നാളുകളാണ്. കുടുംബത്തിൽ ഐശ്വര്യം വരാൻ ഇവരുടെ സാന്നിധ്യം സഹായിക്കും. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. അപ്പോൾ
പുണർന്ന നക്ഷത്ര ജാതകരിൽ നിന്ന് നാളെ 1 രൂപയെങ്കിലും കൈനീട്ടം വാങ്ങുക. ഇവരെ 1-ാം തീയതി കയറ്റുക. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. രാജകീയ നക്ഷത്രമായ മകത്തിന് ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. അധികാരവും പദവിയും ഇവരെ തേടിയെത്തും. നാളെ ഇവർ വീട്ടിൽ ആദ്യം കാലി കുത്തുന്നത് നമ്മുടെ ദാരിദ്ര്യമൊക്കെ മാറ്റി നമ്മളെ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ മകം നക്ഷത്ര ജാതകർക്ക് രാജകീയമായ നാളുകൾ തന്നെയാണ്. അവരെ 1-ാം തീയതി കയറ്റുക. അവരിൽ നിന്ന് കൈനീട്ടമൊക്കെ സ്വീകരിക്കുക. അത് നമുക്ക് ഭാഗ്യവും നേട്ടവും ഒക്കെ തരും. എല്ലാ രീതിയിലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത്രയധികം ഭാഗ്യ സമയത്തേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത്. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രക്ഷപ്പെട്ടിരിക്കും, ഉറപ്പാണ്. അടുത്ത 4-ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടാവും. ഈ പൂരാടം നക്ഷത്രമാണ്. ഈ പൂരാടം നക്ഷത്ര ജാതകർക്ക് ഒരു സവിശേഷതയുണ്ട്. ഇവർ ഏതെങ്കിലും ഒരു കടയിലൊന്ന് പോവുക. അവിടെ അതുവരെ കച്ചവടമൊന്നും കാണില്ല. പക്ഷെ പൂരാടം നക്ഷത്ര ജാതകർ ആ കടയിലോട്ട് കയറി ചെന്ന ഉടനെ പിന്നെ തിരക്കായിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശുക്രൻ്റെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ് പൂരാടം. പൂരാടം നക്ഷത്ര ജാതകർക്ക് ആഡംബര ഭാഗ്യമുണ്ടാകും. വിവാഹ തടസ്സങ്ങളൊക്കെ മാറാൻ ഇവർക്ക് വലിയൊരു ഐശ്വര്യമാണ്, നേട്ടമാണ്, ഭാഗ്യമാണ്. ഇവരുടെ കൈനീട്ടമൊക്കെ വാങ്ങുന്നത് നമുക്ക് ഉത്തമമാണ്. അത് ഏത് നക്ഷത്ര ജാതകർ വാങ്ങിയാലും ഇവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിയാൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും വന്നു ചേരും. അടുത്തതെന്ന് പറഞ്ഞാൽ തിരുവോണം നക്ഷത്രമാണ്. ഈ തിരുവോണം നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും അവരെ 1-ാം തീയതി കയറ്റുന്നതും ഭാഗ്യമാണ്. അത് മേടമാസമൊക്കെ വരാൻ പോവുകയാണ്. നിങ്ങൾ ഏതായാലും തിരുവോണ നക്ഷത്ര ജാതകരിൽ നിന്നും 1 രൂപയെങ്കിലും നാളെ 1-ാം തീയതി, മീന 1-ാം തീയതി കൈനീട്ടം വാങ്ങുക. ഐശ്വര്യപ്രദമായിരിക്കും. ഞാനീ പറയുന്നത് അച്ചട്ടായിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോ. അടുത്തതെന്ന് പറഞ്ഞാൽ ചോതിയാണ്. അപ്രതീക്ഷിതമായ ധനലാഭത്തിന് യോഗമുള്ളൊരു നക്ഷത്രമാണ് ചോതി. തടസ്സപ്പെട്ട് കിടന്ന വസ്തു ഇടപാടുകൾ സഫലമാക്കാൻ ഇവരുടെ ഭാഗ്യം നിങ്ങളെ സഹായിക്കും. അപ്പോൾ ചോതി നക്ഷത്ര ജാതകരിൽ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങുക. അവരെ 1-ാം തീയതിയൊക്കെ കയറ്റുക. അതൊക്കെ നമുക്ക് ഒരുപാട് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിനും ഒക്കെ കാരണമാകും. അടുത്ത നക്ഷത്രം എന്ന് പറഞ്ഞാൽ 7-ാമത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ എല്ലാ വീഡിയോയിലുമൊക്കെ പറയുന്ന നക്ഷത്രമാണ് രേവതി. ബുധൻ്റെ സ്വാധീനത്തിൽ രേവതി നക്ഷത്ര ജാതകർക്ക് ബിസിനസ്സിലും പഠനത്തിലും ഒക്കെ വലിയ നേട്ടങ്ങളുണ്ടാകും. ഇവരെ കൊണ്ട് നാളെ വീടിൻ്റെ പൂമുഖത്തൊരു വിളക്ക് തെളിയിക്കുന്നത് അത്യുത്തമമാണ്. ഇവരെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതും അത്യുത്തമമാണ്. രക്ഷപ്പെട്ടിരിക്കും, ഉറപ്പാണ്. ഈ നക്ഷത്ര ജാതകർ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യത്തിനോടൊപ്പം മീന 1-ാം തീയതി മുതൽ നിങ്ങളുടെ കുടുംബത്തിലെ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ ചില പ്രത്യേക ജ്യോതിഷ പരിഹാരങ്ങൾ കൂടി ചെയ്യുക. 1-ാമത്തെ ആ പരിഹാരം എന്ന് പറയുന്നത് ഇതാരും പറഞ്ഞു തരത്തില്ല, ശ്രദ്ധിച്ച് കേൾക്കണം. നാളെ മീന 1-ാം തീയതി പുലർച്ചെ വീടും പരിസരവും ശുദ്ധിയാക്കി ഉമ്മർത്ത് നിലവിളക്ക് തെളിയിക്കുക. ഈ 7 നക്ഷത്ര ജാതകർ വീട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് ദീപം തെളിയിക്കുക. കുടുംബത്തിൽ ഐശ്വര്യം നിറയും, ഉറപ്പാണ്. ഇനി കടബാധ്യതയൊക്കെ ഉണ്ടെങ്കിലോ, സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവർ നാളെ ഒരു വെറ്റിലയിൽ അല്പം മഞ്ഞളും ഒരു നാണയവും വെച്ച് ഈ 7 നക്ഷത്ര ജാതകരിൽ ആരെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് കൈനീട്ടമായി വാങ്ങുക. ഇത് നിങ്ങളുടെ പേഴ്സിലോ ലോക്കറിലോ സൂക്ഷിക്കുന്നത് ധനലക്ഷ്മിയെ ആകർഷിക്കും. അടുത്തത് ഈ മംഗല്യ ഭാഗ്യത്തിന് മംഗല്യയോഗം വരാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഈ നക്ഷത്ര ജാതകരുടെ അനുഗ്രഹം വാങ്ങുന്നതിനോടൊപ്പം അടുത്ത ക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് സമർപ്പിക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ നാളെ വൈകുന്നേരം വീടിൻ്റെ 4 മൂലകളിലും അല്പം ഉപ്പുവെള്ളം തളിക്കുന്നത് കഴിഞ്ഞ മാസത്തിലെ ദോഷങ്ങൾ മാറാൻ സഹായിക്കും. അപ്പോൾ മീനം 1-ാം തീയതി ഈ 7 നക്ഷത്ര ജാതകർ വീട്ടിലുണ്ടെങ്കിൽ കടം മാറുകയും തടസ്സപ്പെട്ട കാര്യങ്ങൾ ഒരു തടസ്സവുമില്ലാതെ നടന്നു കിട്ടുമെന്നും ജ്യോതിഷം ഉറപ്പിച്ചു പറയുന്നു. വിവാഹം, വീട് പണി, വിദേശയാത്ര തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാക്കാൻ ഈ നക്ഷത്ര ജാതകരുടെ സാന്നിധ്യം നാളെ പ്രയോജനപ്പെടുത്തുക. ഞെട്ടിക്കുന്ന ഭാഗ്യങ്ങളാണ് വരാനിരിക്കുന്ന 1 വർഷം ഇവരുടെയും ഇവരുടെ കുടുംബത്തെയും കാത്തിരിക്കുന്നത്. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായി കരുതുക.
ഭഗവാനെ പ്രാർത്ഥിച്ച് നാളെ മീനം 1-ാം തീയതി ശുഭകരമായി തുടങ്ങുക. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം നേരുന്നു. നന്ദി, നമസ്കാരം.